ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. സൊഹാൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ഇന്ന് നമ്മുടെ സ്കൂളിൽ പ്രവേശനോത്സവമാണ്. കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മമാരുടെ ഒരു ഇമോഷനൊക്കെ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമുക്ക് മിക്സഡ് ഇമോഷൻ ആയിരിക്കും. സന്തോഷം ഉണ്ടോയെന്ന് വെച്ചാൽ സന്തോഷമുണ്ട്, അവരുടെ ഒരു പുതിയൊരു ബിഗിനിങ് അല്ലേ. പക്ഷേ സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ സങ്കടവും ഉണ്ട്. എനിക്ക് എന്തൊക്കെയോ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ സ്കൂളിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുന്നൊന്നുമില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ രാവിലെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. രാവിലെ ഞാൻ എൻ്റെ പണിയെല്ലാം ഒതുക്കി ഫ്രഷാക്കി കുളിപ്പിച്ചു, ഫുഡെല്ലാം കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി നിൽക്കുന്ന ഒരു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികളൊക്കെ എത്ര പെട്ടെന്നല്ലേ വലുതായി വരുന്നത്. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ വലുതാകുക, കുറച്ച് മെച്യൂർഡാവുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇപ്പം എനിക്കത് ഫീൽ ചെയ്യുമ്പം എന്തൊക്കെയോ ഒരു അപ്പോൾ ഞാനത് റെഡിയായി. എൻ്റെ ഒരു കോസ്റ്റ്യൂം ഇതാണ്, ബ്ലാക്കാണ് ഞാൻ ഇട്ടത്. ഈ ചൂടത്ത് എന്തിനാണോ ഞാൻ ബ്ലാക്ക് ഇട്ടതെന്ന് ഞാൻ പിന്നീട് ആലോചിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. സൊഹാൻ ആദ്യമിട്ട ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. അവന് പല കൺഫ്യൂഷനാണ് ഡ്രസ്സിങ്ങിലൊക്കെ. ഇതാണ് നമ്മുടെ സൊഹാൻ്റെ സ്കൂള്. കിൻഡർ ഗാർഡൻ സെക്ഷനിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വലിയ സ്കൂൾ സെക്ഷനാണ്. അപ്പോൾ അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിലേക്ക് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ ബാക്കിലേക്ക് കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പ്രൈവസി മാനിച്ച് ഞാൻ ആരെയും കാണിക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ വന്നു. ഇത് ഹെഡ് മിസ്റ്റർ, പിന്നെ പ്രിൻസിപ്പൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന്, പിന്നെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അവരെല്ലാവരും വന്ന ഓരോ പ്രസംഗം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ഘാടനം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ഘാടനം ആണ് ഇപ്പം നടക്കുന്നത്. കുട്ടികളെല്ലാം വിളിച്ച് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണ് അവർ ചെയ്യുന്നത്. നമുക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ഓക്കെ, കുഴപ്പമില്ലായിരിക്കും, നാളെ തൊട്ട് എങ്ങനെയാവും എന്നുള്ള ഒരു വേവലാതിയാണ് എൻ്റെ മനസ്സിൽ മുഴുവനും കേട്ടോ. എനിക്ക് നാളെ ഇവൻ എങ്ങനെയായിരിക്കും, ഇന്ന് കുഴപ്പമില്ല, ഹാപ്പിയാണ്. പക്ഷെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം എന്തായിരിക്കും അവസ്ഥ, പോവോ, പിന്നെ ടൈം, ഫുഡ്, ഇതൊക്കെ ആലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷൻ. എൻ്റെ നല്ല ഒരു വിധത്തിൽ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ഇത് തന്നെ ആയിരിക്കും ടെൻഷൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ഇനി വേറൊരു ബിസി ഷെഡ്യൂളിലേക്കാണ് ഞാനും പോകുന്നത്. എനിക്കിനിയിപ്പം ഡ്യൂട്ടിക്ക് കയറാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും നാളും ഞാനിങ്ങനെ ഓക്കെ കുറച്ചുകൂടെ കഴിയട്ടെ, സ്കൂളൊക്കെ ഒന്ന് തുറക്കട്ടെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്കിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ എടുത്തത്. നമ്മുടെ ആ ഒരു സ്കൂളിലേക്ക് പോകുന്നതും ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രം. ഞാനിത് എല്ലാ വീഡിയോയിലും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. LKGയിലാണ് കേട്ടോ സൊഹാൻ ഇപ്രാവശ്യം. അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറയാം, SH ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മൂലമറ്റം, അവിടെയാണ് നമ്മൾ സൊഹാനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10:30 തൊട്ട് ഒരു ഉച്ച വരെയാണ് നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു, ഒരു 12:30 വരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോയി മഴയ്ക്ക് മൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഒരു പേക്കോലത്തിലായിട്ടുണ്ട് എൻ്റെ മുഖമൊക്കെ, പോയ രൂപത്തിലല്ല തിരിച്ചു വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ ഇക്കുന് ഷോപ്പ് തുറക്കാനുണ്ടായിരുന്നു, അങ്ങനെ ഷോപ്പിലേക്ക് പോയി. ഞാനും സൊഹാനും. എനിക്ക് പിന്നെയും അവനോടൊരു എന്തോ ഒരു ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പോയാൽ കരയരുത്, ഫുഡ് കഴിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനൊന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എന്താകുമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഫ്രഷായിട്ട്. എൻ്റെ കോലം എനിക്കാകെ മടുത്തു പോയി, കാരണം നല്ല വെയിലുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, പിന്നെ അത് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൊഹാനെ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലായിരുന്നു. അവന് നല്ല ക്ഷീണമുണ്ടായിരുന്നു, പിന്നെ ഉറങ്ങി. അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാമായിരുന്നു ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത നാളെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂള്, ശരിക്കും സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ഡേ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. അതെന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നാളെ കാണാം കേട്ടോ. ബൈ.